നമസ്കാരം. സാൻഡ് റൂട്ട്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തലശ്ശേരി കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് തലശ്ശേരി ഫോർട്ടിലേക്കാണ്. തലശ്ശേരി ഫോർട്ടിലെ കുറച്ച് കാഴ്ചകൾ കാണാം. ഇവിടെ നമ്മൾ ബേക്കൽ ഫോർട്ട്, പിന്നെ കണ്ണൂർ ഫോർട്ട്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാം. തലശ്ശേരി ഫോർട്ടിലാട്ടോ നമ്മളുള്ളത്. നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് ഫോർട്ടിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ സൈഡിലേക്ക് നീങ്ങുകയാണ്. ഇവിടെ ഒരു ചർച്ച് ഉണ്ട്, ഹോളി റൊസാരി ചർച്ച്. ബീച്ച് ഫേസ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് അല്ലേ. ഇതിൻ്റെ ബാക്കിൽ ബീച്ചാണ്. അവിടെ കയറി നോക്കാമല്ലോ. തലശ്ശേരി ഫോർട്ട് വിസിറ്റിംഗ് അവേഴ്സ് 8 AM to 6 PM. യെസ്, നമ്മളങ്ങനെ തലശ്ശേരി ഫോർട്ടിൻ്റെ പടിയാണ് കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഫ്രീ ആണെന്നുള്ളതാണ് നമ്മളെ അമ്പരിപ്പിക്കുന്നൊരു സത്യം അല്ലടാ. ഇവിടെ ഇത് ഫ്രീ ആ പോലെ ഇവിടെ എൻട്രൻസ്. അത് നമ്മൾ അമ്പരിപ്പിച്ച് കളഞ്ഞു ഈ ഫോർട്ട്. എന്തായാലും ഉള്ളിലെ കാഴ്ചകൾ നോക്കാം. കോട്ടയ്ക്കുള്ളിലോട്ട് പ്രവേശിക്കും. സാനിറ്റൈസർ ഒക്കെ വെച്ചിട്ടുണ്ട്. ശേഷം പേരും ഡീറ്റെയിൽസോടെ എഴുതുക. എന്നിട്ടും കോട്ടയിലേക്ക് പ്രവേശിക്കുക. ടാക്രെ ബാർഫോർട്ട് പാറ്റേൺ എത്ര പഴയതായിരിക്കും. ഇതും യൂറോപ്യൻ അധിനിവേശത്തിൻ്റെ ബാക്കി പത്രങ്ങളൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. ഓഫീസാണെന്ന് തോന്നുന്നു അല്ലേ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മോണിമെൻറ്റ്സ് ആൻഡ് സൈറ്റ്സ് ഇൻ തൃശ്ശൂർ സർക്കിളിലുള്ളത് അവരുടെ ഓഫീസാണ്. അടച്ചിട്ടേക്കാണ്. ഇവിടെ ചരിത്രമുണ്ട്. ചരിത്രം ഒന്ന് വായിക്കാതായാലും അല്ലേ. തലശ്ശേരി ക്രിസ്തുവർഷം 17-18 നൂറ്റാണ്ടിൽ കേരളത്തിലെ ഒരു പ്രധാന യൂറോപ്യൻ വ്യാപാര കേന്ദ്രമായിരുന്നു. സുഗന്ധവ്യഞ്ജനങ്ങളുടെയും തടിയുടെയും ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു തലശ്ശേരി പട്ടണം. കടലിനടുത്തായി ഉയർന്ന പ്രദേശത്താണ് തലശ്ശേരി കോട്ട സ്ഥാപിച്ചിരിക്കുന്നത്. ദീർഘചതുരാകൃതിയിലുള്ള കോട്ടയ്ക്ക് 10 മീറ്ററിലധികം ഉയരമുള്ള കോട്ടമതിലാണ് ഉള്ളത്. ചെങ്കല്ലിൽ തീർത്ത കോട്ടയ്ക്ക് തോക്കുകളും പീരങ്കികളും സ്ഥാപിക്കുവാനുതകുന്ന കൊത്തളങ്ങളാണ് ഉള്ളത്. കോട്ടയ്ക്കുള്ളിലായി ഒരു വിളക്കുമരം സ്ഥിതി ചെയ്യുന്നു. വൈദേശികാധിപത്യത്തിൻ്റെ ജീർണിക്കാത്ത തെളിവായി ഇന്നും തലശ്ശേരി കോട്ട തല ഉയർത്തി നിൽക്കുന്നു. കോട്ടയ്ക്ക് സമീപമുള്ള കടൽക്കരയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ബ്രിട്ടീഷുകാർ തദ്ദേശീയരുമായി ക്രിക്കറ്റ് മത്സരത്തിൽ ഏർപ്പെട്ടിരുന്നത്. 1921 കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച തലശ്ശേരി കോട്ട കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലാണ്. തലശ്ശേരി ടൗണാണ്. ടൗണിൻ്റെ നടുക്കാണ് ഈ ഫോട്ടോ ഉള്ളത്. തലശ്ശേരി ടൗണാണ് ഈ കാണുന്നത്. ഇത് ഹോസ്പിറ്റലാന്ന് തോന്നുന്നു അല്ലേ. ഹോസ്പിറ്റലാന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് കടൽ കാണുന്നുണ്ട്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കടലിൻ്റെ അല്ലേ ഭിത്തിയിലാണ് ഫോർട്ട് പണിതേക്കുന്നത്. ഇത് കുറച്ച് ഉൾവലിഞ്ഞിട്ടാണ് ഈ ഫോർട്ട് ഉള്ളത്. എന്തെങ്കിലും ഉദ്ദേശം കാണും അന്നത്തെ രാജാക്കന്മാർക്ക്. ചെറുതാണ്, പക്ഷെ വളരെ ചെറിയൊരു ഫോർട്ട്. പഴയ ഓരോ നിർമ്മാണ രീതികളിൽ കടന്നലാണ്. ഒരു കടന്നൽ കൂടാട്ടോ, ചെറിയൊരു കൂട്. പക്ഷെ ഒരു 10-100 തിരിപ്പണ്ടേ. അത് ഇളകിയാൽ മതി. ഇന്ന് ഇവിടെ ഒന്ന് ഇളക്കി മറിക്കാൻ ഈ ഏരിയ അല്ലേ. ഫോർട്ടിൻ്റെ മുൻഭാഗത്തു നിന്നുള്ള വ്യൂ ആണത്.
തീരെ ചെറിയ കോട്ട നമ്മൾ പറഞ്ഞു, പക്ഷെ അത്ര തീരെ ചെറുതല്ല. ഓരോരോ ബ്ലോക്ക് പോലെയാണ് തോന്നുന്നത്. ആ, നമ്മൾ നടക്കാനും ഒരുപാടുണ്ട്, ഇങ്ങനെ കയറാനും ഇറങ്ങാനും ഒക്കെ ഉണ്ട്. ഇവിടെ ഇച്ചിരി വിശാലമായ ഒരു ഇതാണല്ലോ കാണുന്നല്ലേ. കടല് ചർച്ച് തന്നെ ടോപ്പാന്ന് ആലോചിച്ചോക്കെ. 2 പള്ളിയുണ്ട്, രസമായി. 2 ചർച്ച് ഉണ്ട് കേട്ടോ. സെമിത്തേരി ഉണ്ട്. ബ്രിട്ടീഷുകാരൊക്കെ കാണുമായിരിക്കും ഇതിനകത്ത് സെമിത്തേരിയിൽ. നമ്മളങ്ങനെ തലശ്ശേരി ഫോർട്ട് കണ്ട് ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. ഈ സമയം ഇപ്പോൾ ഒരു 1:30 ആയി. അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. ഇനി ഒരു 7:30 വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതും കണ്ട് നമ്മൾ പാലക്കയം തട്ടങ്ങനെ പോകാനാണ് നമ്മൾ ഇന്നത്തെ പ്ലാൻ കേട്ടോ. ആദ്യം ചെറിയ ഭക്ഷണം കഴിക്കും. ഇവിടെ ഒരു പാരീസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഫേമസ് ആയ ഹോട്ടലുണ്ട്. അതാണ് നമ്മുടെ ഒരു സുഹൃത്ത് ജിജേഷ് കുമാർ കരിയാട് പറഞ്ഞത്. അപ്പോൾ അവൻ്റെ സജഷൻ പ്രകാരം ഞങ്ങൾ അവിടുത്തെ ഫുഡൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കട്ടെ. പാരീസ് ഹോട്ടൽ തലശ്ശേരി. തലശ്ശേരി ബിരിയാണിയൊക്കെ ട്രൈ ചെയ്യാം, കുഴപ്പമില്ല. ഇവിടുത്തെ ഫേമസ് ഹോട്ടലാണെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പോകുന്നത് 7:30 വാട്ടർഫോൾസിലേക്കാണ്. ഇവിടെ നിന്ന് 61 കിലോമീറ്റർ കാണിക്കുന്നത് 7:30 വാട്ടർഫോൾസിലേക്ക്. നല്ല ബ്ലോക്കാണ്, സമയം ആയതുകൊണ്ടായിരിക്കും. ഉണ്ടോ, നമുക്ക് ഇറങ്ങാൻ തന്നെ വരുന്നില്ല. തിങ്കളാഴ്ചയല്ലേ എത്ര വണ്ടികളാണ് വരുന്നത്. ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല ഈ റോഡിലോട്ട് ഇറങ്ങാനായിട്ട്. നമ്മളിതാ പോകുന്ന വഴിക്ക് കണ്ട ഒരു 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 സീനാണ്. ഇതാ ഒരു പുഴയാന്ന് തോന്നുന്നു. നല്ല പൊക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത്, കണ്ടില്ലേ? താഴ്വാരത്തിലെ മരങ്ങളും പുഴ പറഞ്ഞ ഒഴുകുന്നു. കോടമഞ്ഞ എന്തോ ഉണ്ട്, അതുകൊണ്ട് ക്ലിയർ ഇല്ല അല്ലേ? പോവാൻ യാത്ര നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് 7:30 കേട്ടോ. കാരണം നമ്മൾ അവിടെ നിന്ന് തലശ്ശേരിയിൽ നിന്ന് ഏകദേശം 10-60 കിലോമീറ്റർ ഉണ്ടല്ലോ. നല്ല റോഡല്ലേ, റോഡിൽ പണി നടക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ നല്ല ചുരം പോലത്തെ റോഡാണ്, മുഴുവൻ വളവും തിരിവും ഒക്കെയാണ്. പൈതൽമല, പാലക്കയം തട്ട്, 7:30 വെള്ളച്ചാട്ടം എല്ലാം ഈ റൂട്ട് തന്നെയാണ്, ഒരേ റൂട്ട് തന്നെയാണ്. ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്, 7:30 വാട്ടർഫോൾസ് കേട്ടോ. DTPCൻ്റെ ആണ്. വാട്ടർഫോൾസിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ 7:30 വെള്ളച്ചാട്ടത്തിലാണ് ഉള്ളത്. ഇതിന് മേലോട്ട് കയറാൻ തോന്നുന്നു. ഇതിലൂടെ ഇങ്ങനെ സൈഡ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് മേലോട്ട് കയറാനായിട്ട്. അങ്ങനെ കയറാണ്ട് തോന്നില്ലടാ. മണ്ടയ്ക്കോട്ട് കയറാൻ തോന്നുന്നു. ടിക്കറ്റ് റേറ്റ് വന്നിട്ട് ഒരാൾക്ക് അഡൽസിന് 100 രൂപ കേട്ടോ. പിന്നെ വണ്ടി പാർക്കിങ്ങിന് 30 രൂപ. ഇതാണ് പ്രധാനമായിട്ട് ചാർജ് ഇവിടെ ചെയ്യുന്നത്. DTPCൻ്റെ പ്രൊജക്റ്റാണിതിപ്പോൾ നിലവിൽ. DTPC കണ്ണൂർ. ഇവിടെ നല്ല ശക്തമായിട്ട് ഒഴുകുന്നത് കേട്ടോ.
ഇങ്ങനെ നടന്ന് മേലോട്ട് കയറാം. താഴേന്ന്, അതായത് ബേസിൽ നിന്ന് ഇങ്ങനെ വെള്ളച്ചാട്ടം കണ്ടുകൊണ്ട് നമുക്ക് മേലോട്ട് കയറാം. അത് നല്ലൊരു ഓപ്ഷനായി. നോക്കാം, മേലോട്ട് കയറാം പതുക്കെ. ഇവിടെ എന്താ കുളിക്കാനാ? ഇപ്പൊ കൊടുക്കുന്നില്ല അല്ലേ? ഇപ്പൊ കൊടുക്കുന്നില്ല? ഉണ്ടോ? അങ്ങനെയാ? ഏതാട്ടാ? എത്ര മണിക്കാ കുളിക്കാം? ഇവിടെ ആളുണ്ട്, 8 അടി ആഴം അല്ലേ? പിള്ളേർക്കും ചെറുതായിരിക്കും അല്ലേ? ഇവിടെ ആണുങ്ങൾക്ക് മാത്രം? ഇവിടെ ആണുങ്ങൾക്ക് മാത്രം ആണെങ്കിൽ ഇറങ്ങാം. അങ്ങനെ ഇവിടെ അല്ല, ഇത് ഈ രക്ഷാപ്രവർത്തനത്തിലൊക്കെ വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആൾക്കാരുണ്ടോ? ആണല്ലേ? ഇത് മേലോട്ട് എത്ര നടക്കാനുണ്ടാവും? 1 കിലോമീറ്റർ അല്ലേ? ഈ വഴി തന്നെയാണ് ഇറങ്ങി വരുന്നത്? വേറെ വഴിയുണ്ടോ? സെയിമാ? ഓക്കെ, ശരി, നോക്കാം. തെന്നാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നല്ല പായല കുടുങ്ങി കിടക്കുന്നത്. സൈഡിൽ കൂടെ പിടിച്ച് പോവാം. അങ്ങനെ പിടിക്കാനുള്ള സംഭവം ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല, കയറിപ്പോവാം. നമ്മുടെ മുമ്പിൽ കണ്ടില്ല, നല്ല പ്രായമായ ആൾക്കാരല്ലേ കയറിപ്പോയി, പ്രശ്നമൊന്നുമില്ല. ഉണ്ട് സംഭവം ഉഷാറല്ലേ? സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോകണം. പക്ഷേ സ്റ്റെപ്പ് കല്ല് കൊണ്ടുള്ള സ്റ്റെപ്പാണ്, കല്ലുകൾ കൂട്ടിയിട്ടിട്ടുള്ള സ്റ്റെപ്പാണ്. ഇതാ ഇവിടെ കുളിക്കാനുള്ള സെറ്റപ്പ് തന്നെ. ബ്രേക്ക് ദ ചെയിൻ. കൈ സാനിറ്റൈസ് ചെയ്യുക, മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക. ഇവിടെ ഇറങ്ങായിരുന്നു തോന്നുന്നു അല്ലേ? താഴേന്ന് ഏകദേശം 1.5 കിലോമീറ്റർ നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ ആ DTPCൻ്റെ കൗണ്ടറില്ല, താഴെ ടിക്കറ്റ് എടുക്കണം. അവിടെ നിന്ന് ഇത് 1.5 കിലോമീറ്റർ നടന്ന് കയറാനുണ്ട്. 1.5 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ഒരു സെറ്റപ്പിൽ വേണം ഇങ്ങോട്ട് വരാൻ. പക്ഷെ വലിയ ക്ഷീണമൊന്നും തോന്നുന്നില്ല. നല്ല തണലാണ് ഫുള്ള്. പിന്നെ നല്ല അത്യാവശ്യം കാറ്റുണ്ട്. ഈ പുഴയൊക്കെ കണ്ട്, ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് നടക്കുക. ഇത് ലേഡീസിനൊക്കെ കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. കാരണം ലേഡീസ് സ്റ്റാഫൊക്കെ ഉണ്ട് ഇവിടെ. ലേഡീസിന് ഇവിടെ ഇറങ്ങി കുളിക്കാം. ജെൻസിനെ താഴെ ആദ്യം കണ്ടില്ല, അവിടെയും കുളിക്കാം. പാറകൾ ഈ സൈഡിൽ നിന്ന് വെള്ളം ഒലിക്കുന്നുണ്ട് ചെറുതായിട്ട്. നമുക്ക് നമ്മളങ്ങനെ ഏകദേശം ടോപ്പിലെത്തിയിട്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ടോപ്പല്ല, എന്നാലും കുറേ മേലോട്ട് കയറി നമ്മൾ.
അങ്ങനെ തണുപ്പാ നല്ല നല്ല തണുപ്പാ. ആ സൂപ്പറല്ലേ നല്ല തണുത്ത വെള്ളം കേട്ടോ. മേലെ ഒരു ബ്രിഡ്ജ് പോലെ കാണുന്നുണ്ട്, അതിൽ മേലെ കയറായിരിക്കും, നോക്കാം നമുക്ക്. ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, നമ്മൾ കണ്ടില്ലേ വന്നു പോകുന്നു, ഇഷ്ടംപോലെ ആൾക്കാർ വന്നു പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഇപ്പോൾ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും ഒരുവിധം ആൾക്കാരായി. ഇന്നലെ നമ്മൾ ബീച്ചിലൊക്കെ കണ്ടില്ല എത്ര ആൾക്കാരാ. ഇപ്പോൾ ടൂറിസ്റ്റ് ഓപ്പണാണ്, എല്ലാവരും ഇനി ഓരോ സ്ഥലങ്ങളിലൊക്കെ പോവുക, സ്ഥലങ്ങളൊക്കെ കാണുക. പൊരിച്ചില്ലേ, അടിപൊളിയല്ലേ പാലം. വാ സൂപ്പർ. അടിപൊളിയാണല്ലോ, ഇവിടെ നിന്നാൽ കാണാം. അടിപൊളി പാലം കേട്ടോ. കണ്ടോ അങ്ങനെ ഒലിച്ച് വരുന്നേ, നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാന്ന്. പാലത്തിലിങ്ങനെ നിന്നാൽ കറക്റ്റ് വെള്ളച്ചാട്ടം ഇങ്ങനെ കുറേ ദൂരം കാണാം. കണ്ടങ്ങ് ഒഴുകി പോകുന്ന കാണാം. അതാണ് ഈ പാലത്തിൽ നിന്നാലുള്ള ഗുണഗണങ്ങൾ. എന്താ പാലം കണ്ടില്ലേ, അടിപൊളി പാല. സംഭവം നമ്മുടെ നേരെ താഴെ വെള്ളച്ചാട്ടമാണ്. ഗ്ലാസ് പാലാക്കണമായിരുന്നു ഇതില്ലേ. നമുക്കിങ്ങനെ ഈ ഇത്രയും മല കയറി വന്ന് ക്ഷീണമാവുകയാണെങ്കിൽ ഈ പാലത്തിലേക്ക് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ഇരിക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ ചാരി ഇരിക്കാം, ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് പുഴേൻ്റെ സൗണ്ടൊക്കെ കേട്ട്, സോറി പുഴയല്ല വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേട്ട് മേലോട്ട് കാടൊക്കെ നോക്കി ഇങ്ങനെ ചാരി ഇരിക്കാം. വേണമെങ്കിൽ ഇച്ചിരി നേരം ഉറങ്ങുകയും ചെയ്യാം. അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ട്. കൊള്ളാം, അടിപൊളിയാണ് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം. അപ്പോൾ കണ്ണൂർ ഡിസ്ട്രിക്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട സ്ഥലം ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം അല്ലേ? എന്താ ഷിംന നിൻ്റെ അഭിപ്രായം? എന്താ നിൻ്റെ അഭിപ്രായം ഈ വെള്ളച്ചാട്ടത്തിനെ കുറിച്ച്? ശരിയാ യെസ്. കുളിക്കാനുള്ള സെറ്റപ്പിൽ വരണേ, എന്നാലേ കുറച്ചും കൂടി എൻജോയ് ചെയ്യാം. കണ്ടോ ഇഷ്ടംപോലെ 2-3 പോയിന്റ് ഉണ്ട് കുളിക്കാനായിട്ട്. അവിടെ ഇറങ്ങി നല്ല കുളിയൊക്കെ, നല്ല തണുത്ത വെള്ളത്തിലൊരു കുളിയൊക്കെ പാസ്സാക്കി ഈ പാലത്തിലൊക്കെ ഇരുന്ന് അങ്ങനെ പോകാം. അടിപൊളി. അങ്ങനെ വെള്ളച്ചാട്ടം മേലേന്നുണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ട് മേലോട്ട് കയറുന്നില്ല. ഇനി അങ്ങോട്ടേക്ക് ഒരു 100-300 മീറ്റർ കൂടി മുന്നോട്ട് നടക്കാം. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയായി വൈകുന്നേരം. ഇനി നമുക്ക് പാലക്കയം തട്ട്, അവിടെ 9 മണി വരെ ഉണ്ട്. പക്ഷെ നമുക്ക് സൺസെറ്റ് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പതുക്കെ താഴോട്ട് ഇറങ്ങാം കേട്ടോ. കണ്ടോ അങ്ങ് പോകണം നമുക്ക് വെള്ളച്ചാട്ടം. കണ്ടോ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകണതാ. വീട്ടിലാണ് കേട്ടോ വെള്ളച്ചാട്ടം. നല്ല രസമുണ്ട്. വലിയ ഹെവി വെള്ളച്ചാട്ടമല്ല, ചെറിയ വെള്ളച്ചാട്ടമാണ്. പക്ഷെ നല്ല നീണ്ട് കിടക്കുന്നല്ലേ, രസമുള്ളൊരു വെള്ളച്ചാട്ടം. നമുക്കങ്ങനെ പതുക്കെ പോവാം. അങ്ങനെ നമ്മൾ താഴെ എത്തിയിട്ടോ. അത്യാവശ്യം നടക്കാനുണ്ട്. 1.5-3 കിലോമീറ്റർ നടക്കാനുണ്ട് അങ്ങോട്ട്. ടിക്കറ്റ് കൗണ്ടർ. Catch me by the riverside and dive into the falls. ഏഴരക്കുണ്ട് വാട്ടർഫാൾസ്, കുടിയാൻമല, കണ്ണൂർ, DTPC കൺസേർട്ട്. നമ്പർ ഇത് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. അപ്പോൾ ഇതാണ് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങൾ. ഇനി നമ്മൾ പോകുന്നത് പാലക്കയം തട്ടിലേക്കാണ് കേട്ടോ. ഇവിടെ രാവിലെ 9 മണി മുതൽ 6 മണി വരെയാണ് എൻട്രി ടൈമിങ്സ്. നമ്മളിതാ പാലക്കയം തട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. റോഡിലാണ് ഉള്ളത്. അതിശക്തമായ കയറ്റമാണ്.
പക്ഷെ ബാക്കിലുള്ള വ്യൂ അസാധ്യ വ്യൂകളാട്ടോ. അതൊക്കെ മലനിരകൾ കിടക്കുന്നുണ്ടോ, എത്രമാത്രം ക്ലിയർ ഉണ്ട് എന്നറിയില്ല. കാരണം നല്ല മൂടൽമഞ്ഞ് പോലെയുണ്ട്. പിന്നെ ഇരുട്ടായി തുടങ്ങി. ഇപ്പോൾ സമയം ഏകദേശം 6 മണിയായിട്ടാണ്. അങ്ങ് ഏതോ ടൗണൊക്കെ കാണുന്നുണ്ട്. ഈ സ്ഥലം വിൽപ്പനയ്ക്കുന്നു. ഇതെന്താ റിസോർട്ട് ഹോം സ്റ്റേ. ഇത് ഏറുമാടം പോലെയൊക്കെ സെറ്റ് ചെയ്തേക്കും അല്ലേ? ഹോം സ്റ്റേ എന്നല്ല. ഇത് വിനോദസഞ്ചാര കേന്ദ്രമല്ല. പ്രവേശനം കർശനമായി നിരോധിച്ച് അതിക്രമിച്ച് കയറുന്നവർക്ക് നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ആ പറമ്പിലോട്ടൊന്നും കയറരുതെന്ന്. കാരണം വ്യൂ കണ്ടിട്ടെ, അങ്ങോട്ടേക്കാണ് വ്യൂ കണ്ടിട്ട് കയറണ്ടാന്ന്. അതിന്റെ മേലേക്ക് കിട്ടോ വ്യൂ. കേറ്റെന്ന് പറഞ്ഞാൽ ഇതാണ് മോനെ കേറ്റം. നമ്മൾ കുറുമ്പാലക്കോട്ട കയറുന്ന പോലെ. താമരശ്ശേരി ചുരം. ഇവിടുന്ന് അങ്ങോട്ട് കുടുകുടാറ് കേട്ടാണേ. അതാണ് വ്യൂ പോയിന്റ്. ഉറപ്പിച്ച് അതന്നെ വ്യൂ പോയിന്റ്. നമ്മളങ്ങനെ വ്യൂ പോയിന്റുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്ര പൊക്കത്തിൽ കയറി നോക്കി നോക്ക്. ഹൊറിബിൾ വ്യൂസ് ആണ്. ഹൊറിബിൾ വ്യൂസിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല കൊക്കയാണ്. കൊക്ക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്ക്, എത്രമാത്രം താഴ്ചയിലാണ്. അതിൻ്റെ അവിടെ നിർത്തിയിട്ട് കാണാം. വാവ്, അതിമനോഹരമായ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ കടന്നിരിക്കുന്ന സുഹൃത്തുക്കളെ. അതിമനോഹരമായ ദൃശ്യങ്ങളിലേക്ക് നോക്കൂ. ഇതെന്താ സിപ്പ് ലൈനോ? ഇപ്പം ഇല്ലാന്ന് തോന്നുന്നു അല്ലേ സിപ്പ് ലൈന്? ഇല്ല കാണുന്നുണ്ട്. പ്ലാസ്റ്റിക് ഇടുമ്പോഴാണ് അത് ഈ ഐസ്ക്രീം സാധനമൊക്കെ തിന്നിട്ട് പോവുക. ഒന്ന് അവിടെ നിന്ന് മേലോട്ട് തിന്നാൻ സമ്മതിക്കരുത് അല്ലേ? കുറുമ്പാലക്കോട്ടയിലും പ്രശ്നം തന്നെ. നമ്മുടെ വയനാട്ടിലെ കുറുമ്പാലക്കോട്ടയിലും ഇങ്ങനെ തന്നെ പ്ലാസ്റ്റിക്കാണ് ഫുള്ള്. സിപ്പ് ലൈൻ ആയിരുന്നു, ഇപ്പോൾ നിലവിൽ വർക്കിംഗ് അല്ലാന്ന്. ഭയങ്കര വ്യൂ കേട്ടോ. ഏറ്റവും ടോപ്പിൽ കയറാൻ ശരിക്കും കിടുക്കാൻ വ്യൂ ആണ്. ഓ, മല ഒന്ന് കണ്ട കാല നമ്മൾ കയറി വന്ന സംഭവം എങ്ങനെയാന്ന് പറയട്ടെ. ഇടയ്ക്ക ഗുഹയൊക്കെ റോഡുണ്ടല്ലോ. ഇത് പാറ വെട്ടി പാറയിൽ കൂടെ കയറിക്കൊണ്ടിരിക്കുന്നത്. അത് വൈകുന്നേരം ആയതുകൊണ്ടാണ് ക്ഷീണം അറിയാത്ത. ഇത് ഉച്ചക്ക് കയറുന്ന അവസ്ഥ ഉരുണ്ട് വരണ്ടേ മോനെ. പക്ഷെ എന്താ, ഇത്രയും കഷ്ടപ്പെട്ട് മേലെ എത്തിയാൽ ഈ വ്യൂ കണ്ടാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. പിന്നെ ടിക്കറ്റ് പ്രൈസ് വന്നിട്ട് ഒരാൾക്ക് 45 രൂപ, അഡൽട്സിന്, ചിൽഡ്രന് 15 രൂപ, ക്യാമറ 60. പാർക്കിങ്ങിൻ്റെ പൈസ ഞാൻ അവിടെ പറഞ്ഞില്ലേ. കണ്ടോ എത്ര കയറി, ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. എത്ര പൊക്കത്തിലാണ്. ഇനിയും കയറാൻ കിടക്കുകയാണ്. ടെൻറ്റ് സ്റ്റേ അല്ലേ? 4500 തുച്ഛമായ 1500 രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. വെറും 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ മലയുടെ മുകളിൽ ഒരു തകർപ്പൻ ടെൻറ്റ് സ്റ്റേ. കുറേ ടെൻ്റൊക്കെ നശിച്ചു പോയെങ്കിലും ഇനിയും ബാക്കിയുള്ളതിൽ നമുക്ക് സ്റ്റേ ചെയ്യാവുന്നതാണ്. അതൊരു വേറെ തന്നെ ഫീലായിരിക്കും ഇവിടെ ടെൻറ്റ് സ്റ്റേ ചെയ്താൽ. അത്രയ്ക്ക് ടോപ്പാണ്. ഇത്രയും മലേൻ്റെ മേലെ റേഞ്ചുണ്ടോ? അങ്ങെത്ര കേട്ടോ. അതുകൊണ്ട് മേലെ കുറേ ആൾക്കാരുണ്ടോ. അതാണ് ടോപ്പെന്ന് തോന്നുന്നു. അങ്ങോട്ട് നടന്നെത്ര കണ്ടമാനം നടക്കാനുണ്ട്. വെള്ളമൊക്കെ പിടിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാനേ. മല നമുക്കൊരു പുത്തിരിയല്ല. കാരണം വയനാട്ടിലുള്ള സകലമാന മലകളും കുന്നും അട്ടക്കാടും കയറിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. അതുകൊണ്ട് നമുക്ക് ഈ മല കയറുന്നതൊന്നും വലിയ ഒരു ആയാസമായിട്ട് തോന്നുന്നില്ല ഇപ്പോൾ. പക്ഷേ ഇത് വേറൊരു സ്ഥലം, വേറൊരു അനുഭവം അല്ലേ? ഓരോ മലയ്ക്കും ഓരോ കഥകൾ പറയാനുണ്ട് എന്ന് പറയുന്ന പോലെ
ഈ മലയ്ക്ക് എന്താ കഥ പറയാനുള്ളത് നമുക്ക് നോക്കാം. ആനപ്പുല്ല് ഇവിടെ ഉണ്ട് കേട്ടോ. ആരും ഒന്നും പേടിക്കണ്ട, നമ്മൾ ആ ആനപ്പുല്ല് ഇവിടെ ഞങ്ങൾ കണ്ട് ബോധിച്ചിരിക്കുകയാണ്. ഇനി ഇങ്ങോട്ട് ചില സ്റ്റെപ്പുകൾ ഏതായാലും ഇവർ സെറ്റാക്കിയിട്ടുണ്ട്. കല്ലും കൊണ്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നല്ല. മൈ ഗാഡ്, വൗ. ശരിക്കും കാണുന്നില്ല ആക്ച്വലി, കാരണം കുറച്ച് ഇരുട്ടായി, പിന്നെ എന്തോ കോടയും കയറിയിട്ടുണ്ട്. ക്യാമറയിൽ കൂടെ അത്ര കാണാൻ ചാൻസ് കുറവാണ്. നമുക്ക് ഏതായാലും നമ്മുടെ കണ്ണുകളും കൊണ്ട് അടിപൊളി വ്യൂ നമുക്ക് കിട്ടുന്നല്ല. തീർച്ചയായിട്ടും ഏറ്റവും ടോപ്പിലെത്തിയിട്ടാ. ഇതാ സിപ്പ് ലൈൻ അല്ല, ഇതാണല്ലോ ക്ലോസ്ഡാ ഇപ്പോൾ അല്ലേ. ബ്രിഡ്ജായിരുന്നു കേട്ടോ, ബ്രിഡ്ജിൽ കൂടി ഇങ്ങനെ നടക്കായിരുന്നു. അയ്യേ അതൊക്കെ അടച്ചുപോയി. ഹാങ്ങിങ് ബ്രിഡ്ജ്. ആ അതെ, ഇതുണ്ട്. ഇതൊക്കെ ഈ ആൾക്കാർ വരാതെ നശിച്ചു പോയി സ്ഥലങ്ങളൊക്കെ. കൊറോണേൻ്റെ നാശനഷ്ടങ്ങളാണ് ഇതൊക്കെ. ദയവായി ബോട്ടിലുകൾ ഇവിടെ നിക്ഷേപിക്കുക, അതാണ് വേണ്ടത്. എൻ്റെ കമ്പിവേലി ഇതിൻ്റെ മേലെ കൂടെ ഇട്ടിട്ടുണ്ട്. പിടിച്ചാൽ രക്തം കാണും. ആന വരും ഇതിൽ കൂടെ, ഈ മലേൻ്റെ മേലെ കൂടെ കയറി വരും. എൻ്റെ അമ്മോ, റോഡ് ഇതെങ്ങനെ കാണുന്നുണ്ടോ ഇതിനകത്ത്? ലൈറ്റ് ഓപ്പൺ ആയി താഴെ. ലൈറ്റ് ഇട്ടിട്ട് വരുന്നുണ്ട് ഓരോ സ്ഥലം. എത്ര പൊക്കത്തിലാണ് നമ്മൾ അറിയാം. അതുകൊണ്ട് ആ മലകളൊക്കെ നമ്മളെക്കാളും താഴെയല്ല. ആ മലയൊക്കെ താഴെയാണ്, ഇതും താഴെ. എവിടെ നമ്മുടെ മല കേട്ടോ. അവിടെ ഒരു മല മാത്രം ഇച്ചിരി പൊക്കത്തിലുണ്ട്. നോക്കടാ. അലക്കയം തട്ട് കഫേ അടച്ചുപോയി. പക്ഷെ കൊറോണ എഫക്റ്റ് ഇതെല്ലാം അടച്ചു കിടക്കും. സൺസെറ്റ് കിട്ടിയില്ല. ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ എത്തുമായിരുന്നെങ്കിൽ അല്ലേ, നമ്മളൊരു ഹാഫ് ആൻ അവർ മുമ്പ് എത്തിപ്പെടുമായിരുന്നെങ്കിൽ സൺസെറ്റ് കിട്ടിയാണ്. പക്ഷേ സൺസെറ്റ് കിട്ടിയില്ല. കുഴപ്പമില്ല, ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ. പക്ഷേ അതൊന്നല്ല, ഇവിടെ വന്നാൽ തന്നെ അല്ലേ എത്ര പ്രാവശ്യം പറയുക നമ്മൾ സൂപ്പറാ. അതുകൊണ്ടാണ് കുറേ പ്രാവശ്യം പറയാത്തത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, അത്ര കിടുക്കാച്ചിയാണ്. ഇത് രാവിലെ എത്ര മണി മുതലാണ്? 5 മണി മുതൽ 8 മണി. രാവിലെ 5 മണി മുതൽ 8 മണി വരെ, രാത്രി 8 മണി വരെ അല്ലേ? അപ്പോൾ നിങ്ങൾ 5 മണിക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ആ ടിക്കറ്റ് 8 മണി വരെ വാലിഡിറ്റി ഉണ്ട് അല്ലേ? പിന്നെ ഏതെങ്കിലും ദിവസം അവധി ഉണ്ടോ? അതെല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും ഉണ്ട്. അവധിയില്ല. ആ അടവ് ഈ കൊറോണ കാരണം അടച്ചെന്നല്ലാതെ വേറെ അത്രയേ ഉള്ളൂ അല്ലേ? വേറെ ഒരു ദിവസം പോലും അടവില്ല. നമ്മളങ്ങനെ പാലക്കയം തട്ടിന്ന് താഴോട്ട് ഇറങ്ങാനി കുറച്ച് നടക്കാണ്ട്. എത്ര 1 കിലോമീറ്റർ എന്തായാലും നടന്നിട്ടുണ്ടാവില്ല നമ്മൾ. പിന്നെന്താ, നല്ല ഇരുട്ടായിട്ടോ നമ്മളിപ്പം താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും. അതുകൊണ്ട് ഇപ്പം ലൈറ്റ് കിട്ടുന്നില്ല. അങ്ങനെ നമ്മുടെ കണ്ണൂർ എക്സ്പ്ലോറിങ് കഴിഞ്ഞു. ഇനി നമുക്ക് കോഴിക്കോടാണുള്ളത്. അപ്പോൾ നമ്മൾ വയനാട് വഴിയാണ് ഇപ്പോൾ ആക്ച്വലി പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിൽ പോയി സ്റ്റേ ചെയ്ത്, വയനാട് വീട്ടിൽ പോയി സ്റ്റേ ചെയ്ത് നാളെ രാവിലെ നമ്മൾ കോഴിക്കോട് എക്സ്പ്ലോറിങ്ങിനായിട്ട് ഇറങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ദയവേത് കമൻറ്റ് ചെയ്യുക. നാളെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.